ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ചിത്രപ്രിയയുടെ കൊലപാതകം. വെറും 19 വയസ്സ് മാത്രമാണ് ചിത്രപ്രിയയ്ക്ക് പ്രായം. കൊന്നത് കാമുകൻ അലൻ, 21 വയസ്സ്. ഇവർ മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം സ്വദേശികളാണ്. ചിത്രപ്രിയയുടെ അച്ഛന്റെ പേര് ഷൈജു, അമ്മ ഷിനി. ചിത്രപ്രിയ ബാംഗ്ലൂരിൽ ഏവിയേഷൻ സ്റ്റുഡന്റ് ആണ്. ലാസ്റ്റ് ഇയർ ആണ് ജോയിൻ ചെയ്തത്. ചിത്രപ്രിയയുടെ കാമുകൻ അലൻ ഒരു വെൽഡറാണ്, ഒപ്പം ഡ്രൈവറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച 6-ാം തീയതി ചിത്രപ്രിയയെ കാണാതാവുകയാണ്. വീട്ടുകാർ പരാതി കൊടുക്കുന്നു. 2 ദിവസത്തിന് ശേഷം ചിത്രപ്രിയയുടെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെ നിന്നുള്ള ഒരു പറമ്പിൽ നിന്ന്, ഒരാളഴിഞ്ഞ പറമ്പിൽ നിന്ന് ചിത്രപ്രിയയുടെ ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ഭയങ്കര സ്മെല്ലോട് കൂടി ഒരു ബോഡി കണ്ടെത്തുകയാണ്. വീട്ടുകാർ ഐഡന്റിഫൈ ചെയ്യുന്നു, അത് ചിത്രപ്രിയയുടെ ബോഡി തന്നെയാണ്. അങ്ങനെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് കൊന്നത് ചെറുപ്പം തൊട്ടേ അറിയാവുന്ന ചിത്രപ്രിയയുടെ കാമുകൻ കൂടിയായിട്ടുള്ള അലനാണ്. അലൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അലൻ റിമാൻഡിലാണ് ഇപ്പോൾ. ഇനി ഈ കൊലപാതകത്തിലോട്ട് അലൻ എത്തിച്ചേർന്ന ആ ഒരു സംഭവങ്ങളെയാണെന്ന് പറയാം. അലനും ചിത്രപ്രിയയും ചെറുപ്പം തൊട്ട് അറിയാവുന്ന സുഹൃത്തുക്കളാണ്. ഇവർ കുറച്ച് വർഷങ്ങളായിട്ട് പ്രണയത്തിലാണ്. അങ്ങനെ ചിത്രപ്രിയ ഏവിയേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിലോട്ട് പോകാൻ പോവുകയാണ്. ഈ ഒരു കാര്യം അലന് ഒട്ടും അങ്ങോട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാര്യം ഈ അലൻ അത്യാവശ്യം പൊസസീവ് ആയിട്ടുള്ള ഒരുത്തനാണ്, നല്ല ടോക്സിക് ആയിട്ടുള്ള ഒരുത്തനാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഇതേ ചൊല്ലി ഇവർ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവുന്നു. പക്ഷെ ഒടുവിൽ ചിത്രപ്രിയ തന്നെ അവിടെ വാശി വിജയിക്കുകയാണ്. അവൾ അവനെ കൊണ്ട് എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ച് അവിടെ സ്വന്തം ഇഷ്ടപ്രകാരം അവൾ ബാംഗ്ലൂരിലോട്ട് ഏവിയേഷൻ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കഴിഞ്ഞ കൊല്ലമാണ് പോയത്. ഒടുവിൽ ബാംഗ്ലൂരിൽ പോയതിനു ശേഷം ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്നുകൂടി വഷളായി. ഒന്നാമത് ഇവന് അത്യാവശ്യം ഒരു ടോക്സിക് ടൈപ്പാണ്, ഒരു സംശയരോഗിയാണ്. ഇവൻ വിളിക്കുന്ന സമയത്ത് ഇവിടെ ഫോൺ എൻഗേജ് ആണെങ്കിൽ തന്നെയും ഇവൻ അതൊരു സംശയത്തിന്റെ കണ്ണിലൂടെയാണ് കാണുന്നത്. അങ്ങനെ ഈ റിലേഷൻഷിപ്പ് ഭയങ്കര ടോക്സിക് ആയിട്ട് മാറി. ഈ പ്രണയത്തിൽ വിള്ളൽ വീണു തുടങ്ങി. അവിടെ ഏവിയേഷൻ വിദ്യാർത്ഥിനിയായി പഠിക്കുകയായിരുന്നു. അതിനിടയിൽ അവിടേക്കും ഈ അലൻ ഫോൺ വിളിച്ചു. ആ സമയത്ത് അവിടെ മറ്റൊരാൾ ഫോൺ എടുത്ത് ഈ കുട്ടിയെ ഇനി ഫോൺ വിളിക്കരുത് എന്ന ഭീഷണി സ്വരത്തിൽ പറഞ്ഞപ്പോഴാണ് അലൻ ഇവിടെ പ്രകോപിതനായത് എന്ന് ബന്ധുക്കൾ പറയുന്നു. അപ്പൊ ഇവരുടെ റിലേഷനെയൊക്കെ പറ്റി ബന്ധുക്കൾക്കും വീട്ടുകാർക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. ഓൾറെഡി ഇവൻ സംശയരോഗിയാണ്. അപ്പോഴാണ് ഇവന്റെ ശല്യം കാരണം വേറൊരാൾ ഫോൺ എടുത്തിട്ട് ഇങ്ങോട്ട് ഇനി വിളിക്കരുത് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് ഇവന് ഒന്നും കൂടെ പൊട്ടിക്കാണും. ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയോ ഇല്ലയോ ഒന്നും അറിയുന്നില്ല. ഞാൻ ഈ പെൺകൊച്ചിന്റെ ഇൻസ്റ്റാഗ്രാം പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം നോക്കിയ സമയത്ത് ഈ പെൺകുട്ടി കുറെ പോസ്റ്റുകൾ റീഷെയർ ചെയ്തിട്ടുണ്ട്, റീപോസ്റ്റ് ചെയ്യുമല്ലോ. അതിനകത്ത് ഒരു പോസ്റ്റ് ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ്: നീ വല്ലതും അറിയുന്നുണ്ടോ? എനിക്ക് നിന്നെ ഒരുപാട് മിസ്സാവുന്നുണ്ട്. ഇത് 2 ആഴ്ച മുമ്പ്, ഈ മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പാണ് ഈ പെൺകുട്ടി ഈ ഒരു പോസ്റ്റ് റീഷെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു പോസ്റ്റ് ഈ പെൺകുട്ടി റീഷെയർ ചെയ്തിട്ടുണ്ട്. ചിലരോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതിലും എനിക്കിഷ്ടം അടി ഉണ്ടാക്കാനാണ്. സോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഇവര് സ്റ്റിൽ റിലേഷൻഷിപ്പിലാണ്. അവിടെ ഒരു തേപ്പും കാര്യങ്ങളൊക്കെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. മരിക്കുന്ന 2 ആഴ്ച മുമ്പ് റീഷെയർ ചെയ്ത പോസ്റ്റാണ്. നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴാണ് കൂടുതലും നമ്മൾ റീപോസ്റ്റ് ചെയ്യുന്നതും റീഷെയർ ചെയ്യുന്നതും ഒക്കെ. ഇതാ പെൺകുട്ടി റീപോസ്റ്റ് ചെയ്ത പോസ്റ്റുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ചിത്രപ്രിയയുടെ അക്കൗണ്ട്. ഇതാണ് ചിത്രപ്രിയ. പുള്ളിക്കാരത്തി ഒരു വോളിബോൾ പ്ലെയർ ഒക്കെയാണ്, അത്ലറ്റ് ആണ്. കുറെ പോസ്റ്റുകൾ പുള്ളിക്കാരത്തി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി നാട്ടിലോട്ട് വരുന്നത്. ഒന്നാമത് ഈ ഒരു പ്രണയബന്ധത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വിള്ളലും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. ആ സമയത്താണ് ഈ പെൺകുട്ടി നാട്ടിലോട്ട് വരുന്നത്. നാട്ടിലോട്ട് വരുന്നതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അമ്പലത്തിൽ എന്തോ ദേശവിളക്കോ അയ്യപ്പൻ വിളക്കോ അങ്ങനെ എന്തോ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. മാത്രമല്ല ഈ ഞായറാഴ്ച ഈ പെൺകുട്ടിയുടെ ബർത്ത്ഡേ കൂടിയാണ്. മേ ബി ഇതെല്ലാം ആഘോഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കണം ഈ പെൺകുട്ടി നാട്ടിലോട്ട് വന്നത്. അങ്ങനെ ഈ ശനിയാഴ്ച രാത്രി, പെൺകുട്ടിയെ കാണാതാവുന്ന ശനിയാഴ്ച രാത്രി ഏതാണ്ട് ഒരു 9 മണിയായപ്പോഴത്തേക്ക് വീട്ടിൽ കള്ളം പറഞ്ഞ് അപ്പുറത്ത് കടയിൽ വരെ പോകാമെന്ന് പറഞ്ഞ് ഈ അലന്റെ ബൈക്കിന്റെ പുറകിൽ കയറി പോവുകയാണ് ഈ പെണ്ണ്. അതിന്റെ CCTV ഫുട്ടേജ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട്. ആ CCTV ഫുട്ടേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു ബൈക്ക് ആദ്യം വന്ന് അവിടെ ഒരു സെന്ററിൽ നിർത്തുന്നു. അതിന്റെ പുറകിൽ വേറൊരു ബൈക്ക് വരുന്നു. 2 സുഹൃത്തുക്കളാണ് ഇവർ. 2 ബൈക്കിലാണ് പോയേക്കുന്നത്. ഈ ബൈക്കിൽ നിന്ന് ഈ പെൺകുട്ടി ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴാണ് ഈ വണ്ടി നിർത്തിയതിനു ശേഷമാണ് പെൺകുട്ടി ഇറങ്ങി ബൈക്കിൽ നിന്ന് പോകുന്നത്. എന്നിട്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. കണ്ടില്ല? ഇതാണ് ആ ഒരു CCTV ഫുട്ടേജിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷമുള്ള CCTV ഫുട്ടേജ് ഒന്നും അവൈലബിൾ അല്ല. ഈ CCTV ഫുട്ടേജ് ഫേക്ക് ആണ്, ഇത് വേറെ ആരുടെയും ആണ് എന്നുള്ള ഒരു തരത്തിലുള്ള വാർത്ത ഇപ്പോൾ പുറത്തോട്ട് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ന്യൂസിനകത്ത് മൊത്തം ഇത് ഈ ഒരു CCTV ഫുട്ടേജ് ചിത്രപ്രിയയും അലന്റെയും ആണ് എന്നുള്ള തരത്തിലാണ് ന്യൂസ് എല്ലാം. വണ്ടി ഓടിച്ചിരുന്നത് അലനായിരുന്നു. മാത്രമല്ല ഇവര് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഈ അലനും ചിത്രപ്രിയയും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഈ ചിത്രപ്രിയയ്ക്കും മദ്യപിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെന്ന് പുള്ളിക്കാരത്തിയുടെ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. കാര്യം ഇതിനകത്ത് കുറെ കുപ്പികളുടെ പടമൊക്കെ, ഇങ്ങനെ കള്ളു കുടിക്കുന്നതും കുപ്പികളുടെ ഒക്കെ പടം ഇട്ടേക്കുന്നത് കണ്ടു. സോ ഇപ്പൊ ഒരുപെട്ട എല്ലാവരും മദ്യപിക്കുന്ന ടൈപ്പ് ആണല്ലോ, പിന്നെ സ്വാഭാവികം. ഓക്കെ, അങ്ങനെ ഇവർ തമ്മിൽ ഒരു തർക്കം ഉണ്ടാവുകയാണ് ഈ പോകുന്ന വഴിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനോടൊപ്പം ഉള്ള സമയത്ത് തന്നെ ഈ പെൺകുട്ടിക്ക് തുരുതുരാന്ന് മെസ്സേജുകൾ വരികയാണ്. അപ്പോൾ ഇവള് ഒരു കള്ളത്തരം കാണിക്കുന്ന പോലെ ഇവന് ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഫോൺ ചെക്ക് ചെയ്ത സമയത്ത് ഈ പെൺകുട്ടിയും വേറെ ആരൊക്കെയോ തമ്മിലുള്ള ഫോട്ടോസ് ഈ ഫോണിൽ കാണുകയാണ്. അത് അത്ര നല്ല ഫോട്ടോ ആയിരുന്നില്ല എന്നാണ് ഇവനെ ചോദ്യം ചെയ്ത സമയത്ത് ഇവൻ പറഞ്ഞത്, ഈ അലൻ പറഞ്ഞത്. കൂടാതെ നാട്ടിൽ വേറെ
വേറെയും അഫെയർ ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു സംശയവും ഈ പയ്യൻ ഉണ്ടായിരുന്നു എന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനത് പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് ഇവരുടെ ഫോണിൽ, കുട്ടിയുടെ ഫോണിൽ മറ്റ് ഒരു ആൺ സുഹൃത്തിന്റെ കൂടെ ഫോട്ടോയൊക്കെ കാണുകയും ഒപ്പം ഇവിടെയും ചില ആളുകളുമായിട്ട് ഈ കുട്ടിക്ക് ബന്ധമുണ്ട് എന്നൊക്കെ അലൻ സംശയിക്കുകയും ചെയ്തത്. ഇവൻ ഒന്നാമതേ സംശയരോഗിയാണ്. അപ്പൊ ഇതുകൂടെ ആയപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി കയ്യിന്ന് പോയി കാണും, കൂടാതെ മദ്യപിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർ തമ്മിൽ ഒരു തർക്കം ഉണ്ടാവുന്നത്. CCTV ദൃശ്യത്തിലും ആ പെൺകുട്ടി ധരിച്ചിരിക്കുന്നത് ഈ പെൺകുട്ടി ഇരുന്ന ബൈക്ക് ഓടിച്ചത് അലനായിരുന്നു, മുൻപ് പോയത് അലന്റെ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഈ അലന്റെ സുഹൃത്തുക്കളെ ആദ്യം വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അവർ ആ വഴിയിൽ പോയി പിന്നീട് മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു പോയി അലന്റെ കൂടെ പോയില്ല എന്നതാണ്. അതിനുശേഷം അലനും ഈ പെൺകുട്ടിയും അവിടെ നിന്ന് പോയി നേരെ ഈ തീർത്ഥാടന കേന്ദ്രത്തോട് ചേർന്നുള്ള നക്ഷത്ര തടാകമുണ്ട്, ആ തടാകത്തിൽ നിന്ന് വലത്ത് തിരിഞ്ഞ ഒരു വഴി കാണാം, ആ വഴിയിലേക്ക് കയറി പോവുകയായിരുന്നു. അവിടെയാണ് വിജനമായ വഴിയിൽ ചുരുക്കം വീടുകൾ മാത്രമുള്ള സ്ഥലത്ത് ഈ പറമ്പുള്ളത്. അവിടെ എത്തുമ്പോഴേക്കും തന്നെ ഈ അലൻ മദ്യവെച്ചിരുന്നു, മദ്യലഹരിയിലായിരുന്നു. പെൺകുട്ടിക്ക് മദ്യം നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ മദ്യലഹരിയിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി, ഈ ഫോണിന്റെ കാര്യത്തിൽ തർക്കമുണ്ടായി, ഫോൺ വിളിയെക്കുറിച്ച് തർക്കമുണ്ടായി. കാരണം ആ സമയത്തൊക്കെ ഈ ഇവരുടെ ആ ദിവസങ്ങളിലൊക്കെ അലൻ പലതവണ ഈ കുട്ടിയെ വിളിച്ചതിന്റെ വിവരങ്ങളൊക്കെ പോലീസിന് ഫോൺ വഴി ലഭിച്ചിട്ടുണ്ട്. ആ തർക്കത്തെ തുടർന്ന് പിന്നീടുള്ള അലന്റെ മൊഴി എന്ന് പറയുന്നത് പെൺകുട്ടിയെ അവിടെ നിന്ന് കല്ലുകൊണ്ട് തലക്കടിച്ചു എന്നതാണ്. തലക്കടിച്ച് ബോധമറ്റപ്പോൾ അലൻ അവിടെ നിന്ന് ഓടിപ്പോയി എന്നതാണ് മനസ്സിലാവുന്നത്. അങ്ങനെ രക്തം അങ്ങനെ ഇവർ തമ്മിൽ തർക്കം ഉണ്ടാവുന്നു. ഇവരൊരു വിജനമായിട്ടുള്ള ഒരു പറമ്പിലോട്ട് പോവുകയാണ് അടുത്തുള്ളത്. അവിടെ അധികം നൈബോസോ ഒന്നുമില്ല. അവിടെ വെച്ചിട്ടാണ് ഈ പയ്യൻ അവിടെ കിടക്കുന്ന ഒരു കല്ലെടുത്തിട്ട് ഈ ചിത്രപ്രിയയുടെ തലക്കടിക്കുന്നത്. ഇവർ തമ്മിലുള്ള തർക്കത്തിനിടയിൽ ഈ പെൺകുട്ടിയും അവന്റെ മുഖത്തൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടും ചില ന്യൂസിൽ ഞാൻ കണ്ടു. ഈ തലക്കേറ്റ അടിയാണ് മരണകാരണമെന്ന് പ്രൈമറി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയിൽ മുടിയിൽ ചോര കട്ട പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ ക്രൈം ഏരിയയിൽ നിന്ന് തന്നെ ഈ ചോര പറ്റിയ ഒരു കല്ലും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം ഇവൻ ആ പെൺകുട്ടിന്റെ ഡെഡ് ബോഡി അവിടെ ഉപേക്ഷിച്ചിട്ട് അവളെ അവിടെ അടിച്ചിട്ട് ഇവൻ ഓടിപ്പോവുകയാണ് ചെയ്തത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് ഈ പെണ്ണിന് തിരിച്ചെത്തുന്നില്ല. അപ്പോഴാണ് ഈ പേരൻസ് കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കുന്നത് തന്റെ മകളെ കാണാനില്ല എന്നുള്ള തരത്തിൽ. അപ്പം പോലീസ് ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. അങ്ങനെ ഈ പയ്യനുമായിട്ട് രാത്രിയിൽ ബൈക്കിൽ പോയിരുന്നു എന്നുള്ളൊരു കാര്യം കണ്ടെത്തി. അങ്ങനെ ഇവനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇവൻ പറയുന്നത് രാത്രി അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ പെണ്ണിനെ രാത്രിയിൽ ഇവൻ പെണ്ണിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഇവൻ കള്ളമൊഴി പറയുകയാണ്. ആ സമയത്ത് ഈ പെൺകുട്ടീന്റെ ഡെഡ് ബോഡി കിട്ടിയിട്ടില്ലാത്തതിന്റെ പേരിൽ, മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാത്തതിന്റെ പേരിൽ ഇവന്റെ മൊഴിയിൽ വിശ്വസിച്ച് ഇവനെ വിട്ടയക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പറമ്പിൽ നിന്ന് ഭയങ്കര സ്മെല്ല് വരികയും അവിടെയുള്ള ആളുകൾ ഇതൊരു ഡെഡ് ബോഡിയാണെന്ന് മനസ്സിലാക്കുകയും പോലീസിനെ വിളിക്കുകയും ഈ പെണ്ണിന്റെ ബോഡിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും പിന്നീട് നടന്ന ഇൻവെസ്റ്റിഗേഷനിൽ ഈ CCTV ഫുട്ടേജ് കളക്ട് ചെയ്ത സമയത്ത് ഇവനെ പിന്നെയും വിളിച്ച് ചോദ്യം ചെയ്യുകയാണ്. പോലീസിന്റെ ക്വസ്റ്റ്യന്റെ മുന്നിൽ ഇവന് പിടിച്ച് ചെയ്യാൻ പറ്റിയില്ല. ഇവൻ പെട്ടെന്ന് തന്നെ ഇവൻ അഡ്മിറ്റ് ചെയ്യാണ് ഇവനാണ് ആ ഒരു കൃത്യം ചെയ്തത്. നിലവിൽ ഈ കേസിൽ ഈ അറസ്റ്റിലായ അലനെ ഇന്നലെ തന്നെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് പോലീസ്. മറ്റ് തെളിവുകൾ പ്രധാനമായും ഈ അലനും ഈ കൊല്ലപ്പെട്ട ഈ പെൺകുട്ടിക്കും ഇടയിൽ നടന്ന ഫോൺ സംഭാഷണങ്ങൾ കൂടുതലായി പരിശോധിക്കുകയാണ്. അതുതന്നെയാണ് ഇപ്പോൾ SP പറഞ്ഞത്, ആ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന്. എന്നാൽ നിലവിൽ ഫോണിൽ നിന്ന് തന്നെ പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളിൽ നിന്ന് തന്നെ ഇരുവർക്കും ഇടയിൽ വലിയ രീതിയിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ചില സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അലനും ഈ പെൺകുട്ടിയെ കൊല്ലുമെന്ന് തന്നെ മെസ്സേജ് അയച്ച സന്ദേശങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ പെൺകുട്ടിയുടെ കുടുംബവുമായി സംസാരിച്ചപ്പോൾ അവരും കുറെ സംശയങ്ങൾ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ അവർ ചില ആശങ്കയും പറയുന്നുണ്ട്. ഈ അലൻ ഈ കുട്ടിയെ കൊല്ലാൻ തന്നെ കൊണ്ടുപോയതാണ് എന്നതാണ് ബന്ധുക്കൾ പറയുന്നത്. പെൺകുട്ടിയുടെ ഫാമിലി പറയുന്നത് ഇവൻ മനഃപൂർവ്വം കരുതി കൂട്ടി ഈ പെണ്ണിനെ കൊല്ലാൻ വേണ്ടി തന്നെ വിളിച്ചുകൊണ്ട് പോയതാണ് എന്നുള്ള തരത്തിലാണ്. ഇതൊരു പ്ലാൻഡ് മർഡർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇതൊരു പ്ലാൻഡ് മർഡർ ആണെങ്കിൽ ആ ഡെഡ് ബോഡി അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോവില്ല, അതെങ്ങനെങ്കിലും മറവ് ചെയ്യാൻ നോക്കിയാണ്. 2, ഇവനും ഈ പെൺകുട്ടിയും മദ്യപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവൻ മദ്യപിച്ചിട്ടുണ്ട്, മദ്യലഹരിയിലാണ്. സോ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ തലയ്ക്ക് കല്ലെടുത്ത് അടിച്ചതാവാം. മൂന്നാമത്തെ കാര്യം, ഇവന്റെ പ്രായം 10-21 വയസ്സേ ഉള്ളൂ. 21ാമത്തെ വയസ്സിൽ പ്ലാൻ ചെയ്ത് മർഡർ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഇവന്റെ പ്രായവും ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലും വെൽഡർ പണിയും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഒക്കെയാണ്. ഭയങ്കര പ്ലാൻ ചെയ്തിട്ട് കൊല്ലാൻ മാത്രമുള്ള സ്കില്ലൊക്കെ ഇവനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പ്ലാൻ ചെയ്ത് കൊല്ലുകയാണെങ്കിൽ അങ്ങനെ കളഞ്ഞിട്ട് പോകത്തതുമില്ലല്ലോ. സോ ഇത് പ്ലാൻഡ് ആയിട്ടുള്ള ഞാൻ തോന്നുന്നില്ല. പെട്ടെന്നുണ്ടായ ഒറ്റ ബുദ്ധിയിൽ തലയ്ക്ക് കല്ല് വല്ലതും എടുത്ത് അടിച്ചതങ്ങാനാവാനാണ് സാധ്യത, അതും മദ്യലഹരിയിൽ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൊക്കേഷൻ സ്ഥലത്ത് നിന്ന് ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട്. അത് ഈ പെണ്ണിന്റെയും അല്ല, ഈ ചെറുക്കന്റെയും അല്ല. അത് ആരുടെയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു അന്വേഷണം പോകുന്നുണ്ട്. ഇനി വേറെ ആരെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. 2025 അവസാനിക്കാൻ വേണ്ടി പോവാണ്. ഇത്രയും കൊലപാതകങ്ങൾ നടന്ന ഒരു വർഷം വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് പ്രണയ കൊലപാതകങ്ങളൊക്കെ ഈ വർഷം ഒരുപാടുണ്ടായിരുന്നു. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നടന്ന കൊലപാതകങ്ങളുടെ കണക്കെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രാന്ത് പിടിക്കും. പിന്നെ ഈ ഒരു ലാസ്റ്റ് ഘട്ടങ്ങളിൽ മർഡേഴ്സ് വളരെ കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി തുടക്കം വെച്ച് നോക്കുവാണെങ്കിൽ. എല്ലാ ദിവസവും പത്രവും അല്ലെങ്കിൽ TV ഓൺ ആക്കുമ്പോഴത്തേക്ക്
അമ്മ മോനെ കൊല്ലുന്നു, അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു, കാമുകൻ കാമുകയെ കൊല്ലുന്നു, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളായിരുന്നു കംപ്ലീറ്റ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷം അവസാനം ആയപ്പോഴത്തേക്ക് നാണ്ട പിന്നെയും നാണ്ട ഇതുപോലത്തെ ഒരു സാധനം വന്നേക്കാണ്. ഈ ഒരു കേസിൽ ഒരുപാട് പേര് പെൺകുട്ടിയുടെ പേരൻസിനെ കുറ്റം പറയുന്നുണ്ട്. കുറെ പേര് പേരൻസിനെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അവരിനകത്ത് എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പെണ്ണ് കള്ളം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാണ്. അതും പാതിരാത്രി 2 മണിക്കൊന്നും അല്ല ഇറങ്ങിപ്പോയേക്കുന്നത്. 8-9 മണിയായ സമയത്ത് കണ്ടാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത്. മാത്രമല്ല അവരുടെ ഫാമിലി അത്യാവശ്യം ലിബറൽ ആയിട്ടുള്ള ഫാമിലിയാണെന്ന് തോന്നുന്നു. ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലി ആണെങ്കിൽ ഈ പെണ്ണിനെ ഏവിക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ വിടത്തില്ല. ആ ഒരു ഫ്രീഡം അവർക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ പേരൻസിനെ ഇതിനകത്ത് ക്രൂശിക്കുന്നത് കൊണ്ട് എനിക്ക് യോജിപ്പില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ വളരെ ഇമ്മച്ചുവർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ഭീകരി പിള്ളേരാണ്. പോരാതെ ഒരുത്തൻ സംശയരോഗിയും. ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും ഇവർ തമ്മിൽ അകന്ന് നിന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അടിയായി, സംശയരോഗമായി, രണ്ടുകൂടെ അടിച്ചു പിരിഞ്ഞു. നാട്ടിലെത്തിയപ്പോൾ കണ്ടു, പുറത്തുപോയി, വെള്ളം അടിച്ചു, അത് കഴിഞ്ഞു അടിയായി. അതേ തുടർന്ന് ഈ പെണ്ണിനെ കൊന്നു. ഈ പ്രണയമൊക്കെ തകർന്നതിനെ ചൊല്ലി കൊല്ലാനും ആത്മഹത്യ ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിനെ നേരം കാണത്തുള്ളൂ. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിൽ ഒന്നും പെർമനന്റ് അല്ല. നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന എല്ലാവരും ഒരു നാള് വിട്ടുപോകും. അത് നമ്മുടെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും കാമുകിയാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ഭാര്യയാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ആരാണെങ്കിലും. ചിലർ കുറച്ചധികം നാൾ നിൽക്കും, ചിലർ ഷോർട്ട് ടൈം ആയിട്ട് വന്നിട്ട് വിട്ടുപോകും. ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കുക. എപ്പോഴാണ് പോകുന്നതെന്ന് മാത്രം നമുക്ക് അറിയാൻ പറ്റില്ല. എന്നാണെങ്കിലും ഒരു വിട്ടുപോക്ക് ഉണ്ടാവും, ഉറപ്പാണ്. പിന്നെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് മനുഷ്യന്മാരാണ്, മാറും, മറക്കും. ഇതൊക്കെ മനസ്സിലാക്കുക. അല്ലാതെ പ്രണയം പൊളിഞ്ഞു എന്നും പറഞ്ഞിട്ട് കൊല്ലാനും ആത്മഹത്യ ചെയ്യാനും അല്ല നടക്കേണ്ടത്. ഈ റിലേഷൻഷിപ്പിനകത്തൊക്കെ 100% കൊടുത്ത് അങ്ങ് നിൽക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു തിരിച്ചടി നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിഞ്ഞു നടക്കാൻ വലിയ പാടാണ്. നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വലിയ പാടാണ്. സോ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഇതിന് പാളിപ്പോയാലും മൈൻഡ് കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാതിൽ തുറന്നിട്ടേക്കണം, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പണി കിട്ടും. സോ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇനി ഇമാതിരി പരിപാടികളൊന്നും നടക്കാതിരിക്കട്ടെ. സോ വേറെ വീഡിയോ തരാം. അപ്പൊ ശരി.